ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ ഒരു കാലത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യുന്നതിൽ, ജനത്തെ നയിക്കുന്നതിൽ എല്ലാവർക്കും ഒറ്റ ടാർഗറ്റേ ഉള്ളൂ: നരകത്തിൽ പോകരുത്, നരകത്തിൽ പോകരുത്, നരകത്തിൽ പോകരുത്. നരകം എനിക്കുള്ളതല്ല, നരകം എനിക്കുള്ളതല്ല, പാതാളം എനിക്കുള്ളതല്ല. എൻ്റെ കർത്താവ് ഒരുക്കിയ നിത്യഭവനമാണ് എനിക്കുള്ളത്. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിൻ്റെ നടുവിലുണ്ട്? ഈ ലോകത്തിൽ കാണുന്നതൊന്നും പ്രിയമുള്ളവരെ ശാശ്വതമല്ല. വേദപുസ്തകം എബ്രായർ 13, 14, 15 പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നിലനിൽക്കുന്ന ഒരു നഗരം നമുക്കിവിടെയില്ല. നിങ്ങൾ ഈ കാണുന്ന അമേരിക്കയും, നിങ്ങൾ ഈ കാണുന്ന ലോകരാജ്യങ്ങളും, നിങ്ങൾ ഈ കാണുന്ന മുഴുവൻ സംവിധാനങ്ങളും തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് ദുഷ്പ്രവർത്തിക്കാർ മുഴുവൻ താളടികളാകും. എന്നാൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാം. പ്രതീക്ഷിച്ച സമയത്തെക്കാളൊക്കെ മുമ്പ് തന്നെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ രാത്രി കഴിയാറായി. അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുവാൻ കർത്താവ് നമ്മളോട് ഇടപെടുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? വെളിപ്പാട് 20:15 ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവിടുത്തെ പള്ളിയിൽ നിന്റെ പേരുണ്ടോന്നല്ല, ഇവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ പേരുണ്ടോന്നല്ല, മനുഷ്യൻ നിനക്ക് പേരോ പെരുമയോ നൽകിയോ എന്നല്ല. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും എഴുതാൻ കഴിയാത്ത സ്വർഗീയ കരങ്ങളാൽ നിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന ദ ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകത്തിനകത്ത് നിന്റെ പേരുണ്ടോ? പേരുണ്ടെങ്കിൽ ആ കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, പേർവിളി